സർവമായ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കഥ നല്ല ചിരിക്കാനും. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല. കോമഡിയാണ്. നല്ല രസമാണ്. നല്ല കോമഡി ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. കണ്ടപ്പോഴേ കൊള്ളായിരുന്നു. ഫീലിംഗ് ഗുഡ് മൂവി ആയിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു കണ്ടപ്പോഴേ. നീവിൻ്റെ പണ്ടത്തെ ഒരിത് കണ്ടായിരുന്നു. പ്രേമം കഴിഞ്ഞതിന് ശേഷം അതൊരു നല്ലൊരു ഫീലിംഗ് ഗുഡ് മൂവിയായിരുന്നു. അതെന്താടി മറ്റേ പ്രേതത്തിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതെ, അവസാന രംഗങ്ങൾ കരഞ്ഞു. അതേ കണ്ണുനീരിൻ്റെ കൊള്ളായിട്ട്. നിവിൻ പോളി സൂപ്പറായിരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ. നല്ല അടിപൊളി പടം, കണ്ടിരിക്കാവുന്ന പടമായിരുന്നു. എല്ലാം അടിപൊളി. എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. ഡെലിവറിലോട്ട് അന്വേഷിച്ചു. നല്ല കൊച്ചായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല ഫീൽ ഗുഡ്. അടിപൊളിയായിരുന്നു. നല്ല കമ്പാക്കാണ്. നല്ല പടമായിരുന്നു. ഫീൽ ഗുഡ്. നല്ല കൊള്ളാം. അതെ, കൊള്ളാം. നല്ല പടമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിവിൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. കൊള്ളാം. എല്ലാവരുടെയും പെർഫോമൻസ് അവരുടെ കഴിവനുസരിച്ച് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുറ്റമൊന്നും പറയാനില്ല. മൊത്തത്തിൽ നല്ലൊരു പടമായിരുന്നു. നല്ല ഫിലിമാണ്. നിവിൻ പോളി കൊള്ളാം. രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. അടിപൊളിയായിരുന്നു. നിവിൻ പോളിയുടെ അഭിനയം ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു മൂവിയായിരുന്നു. എടുത്തു പറയത്തേക്ക് എന്താ പറയുക, അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് പറയാനുള്ളൂ. ന്യൂ ഹീറോയിൻ നല്ലായിരുന്നു. നിവിൻ പോളി അടിപൊളി. നല്ല പടം. കണ്ണ് നിറഞ്ഞോ ശരിക്കും? ആ ശരിക്കും കണ്ടിറങ്ങുന്നവർ പലരും കരയുന്നുണ്ടല്ലോ. അതെ, അതങ്ങനെയാണല്ലോ. നല്ല പടമായിരുന്നു. ആ, എൻ്റെ കൊച്ചുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവള് പറഞ്ഞാൽ വന്നോളൂ. ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കും. സൂപ്പറായിരുന്നു. യെസ്, നല്ല നല്ല കമ്പാക്ക്. പ്രേതം സൂപ്പറായിരുന്നു. എന്തോ ലാസ്റ്റിൽ കാര്യം ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. നല്ല സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു ഫസ്റ്റ് ഹാഫിനെക്കാളും. കംബാക്ക് കിടിലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം നല്ല ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം നല്ലതായിരുന്നു. ആക്ട്രസ് സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ലതായിരുന്നു. എല്ലാവരും ഒരുപോലെ നല്ല ആക്ടിങ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും കാണണം. സൂപ്പർ മൂവി. അടിപൊളി. നല്ല മൂവി. സൂപ്പർ മൂവി. നല്ല മൂവിയാണ്. കൊള്ളാം. പുതിയ ജെൻസി ടൈപ്പാണ്. അങ്ങനെ പ്രേതമൊന്നും പറയാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് ഇമോഷണൽ. സർവമായ വളരെ നല്ലൊരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് മൂവി എന്ന് തന്നെ പറയാം. പിന്നെ അഖിൽ സത്യൻ പുള്ളിയുടെ കഥയായാലും തിരക്കഥയായാലും സംഭാഷണങ്ങളായാലും നല്ല ഡയറക്ഷൻ ചെയ്തിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എന്ന് പറയുമ്പോൾ ആ സിനിമ തുടങ്ങുന്നതും തീരുന്നതും അറിയില്ല. അത്ര പെട്ടെന്ന് സിനിമ അങ്ങ് വളരെ ഒഴുക്കോടുകൂടി പോകുന്ന സിനിമയാണ്. പിന്നെ ഒരുപാട് പേരുടെ പെർഫോമൻസ് അത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് അതിലെ നായിക, ആ കുട്ടി, അതിന് ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ആ സിനിമ അങ്ങ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകാൻ. സിനിമ തീരുമ്പോൾ നമുക്ക് ആ കുട്ടിയായിരിക്കും ശരിക്കും മിസ് ചെയ്യണം അതിൻ്റെ അഭിനയം. അത്രയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു പുതുമുഖ നായിക എന്നുള്ള യാതൊരു ഇതുമില്ലാതെ ഒരു സെക്കൻഡിൽ പോലും അതിൻ്റെ ഒരു യാന്ത്രികത ഒന്നുമില്ലാതെ അത്ര കുട്ടി ജീവിച്ച് അഭിനയിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സർവം മായ, അതിൽ ആ മായ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ദിലലുവായിട്ട് പുള്ളിക്കാരി അങ്ങ് തകർത്തിട്ടുണ്ട്. പിന്നെ പഴയ നമ്മുടെ അജു വർഗീസ്, നിവിൻ പോളി കോംബോ, പഴയ നിവിൻ പോളിയുടെ കുറേ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ അദ്ദേഹത്തിൻ്റെ കുറേ മാനറിസംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായി